بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് സുമർ 14 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. 14, 15, 16 ഈ വചനങ്ങളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖുലില്ലാഹ, ഇവിടെ ഖുൽ അല്ലാഹ എന്നീ രണ്ട് പദങ്ങൾ ചേർത്ത് ഖുലില്ലാഹ എന്ന് വായിക്കുകയാണ്. ഖാഫിനെ തഫ്ഖീം ചെയ്യണം. കഴിഞ്ഞ വചനങ്ങളിൽ സൂചിപ്പിച്ച പോലെ തഫ്ഖീം നിസ്ബിയാണ്. അല്ലാഹ എന്നതിലെ ഇസ്മുൽ ജലാലയിൽ വരുന്ന ഹംസത്തുൽ വസ്ലിനെ സ്വാഭാവികമായും ചേർത്ത് വായനയിൽ കളയേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഖുൽ എന്ന ലാമിൻ്റെ സുക്കൂനും അല്ലാഹ് എന്നതിലെ വീണ്ടും ലാമിൻ്റെ സുക്കൂനും, ഇങ്ങനെ രണ്ട് സാക്കിനുകൾ ചേർന്ന് വരുന്നു. ഇൽത്തിഖാ സാക്കിനൈൻ ഉണ്ടാകുന്നു. അതിൻ്റെ പരിഹാരമായി ആദ്യത്തെ സാക്കിനായ ഹർഫിന് ഹറക്കത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക എന്നതാണ് തഹ്രീക്ക് എന്ന പരിഹാരം. ഇവിടെ ആ പരിഹാരം സ്വീകരിച്ചുകൊണ്ട് ഖുലില്ലാഹ എന്ന് വായിക്കേണ്ടതാണ്. ഖുലില്ലാഹ. അഅ്ബുദു അഅ്ബുദു മുഖ്ലിസ, അല്ലേ? അഅ്ബുദുലെ ഐന് വ്യക്തമാക്കുക. മുഖ്ലിസ എന്ന് പറയുമ്പോൾ ഖാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തഫ്ഖീം നിസ്ബിയാണ്. സ്വാദിന് ഫത്ഹ ഉള്ളതുകൊണ്ട് പൂർണ്ണമായ തഫ്ഖീം. മുഖ്ലിസൻ ലഹു, തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന. ലഹു ദീനി, ലഹു ദീനി. ലഹു എന്ന് മദ്ദുസ്സില സുഗ്റ കൊടുത്തുകൊണ്ട്, മദ്ദുസ്സില സുഗ്റ കൊടുത്ത് ആ ഹൗ ദമീറിനെ ദീർഘിപ്പിക്കുക. ദീനി എന്ന് ദീർഘം നൽകി യാഇൽ വഖഫ് ചെയ്യേണ്ടതാണ്. ആ യാഇന് അസ്ലിയായ ദീർഘം മാത്രമേ കൊടുക്കാവൂ. അതിൽ കൂടുതൽ നീട്ടരുത്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീനി എന്നാണ് ഓതേണ്ടത്. ഫഅ്ബുദു, വീണ്ടും ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനി. ഫഅ്ബുദു മാ ശിഅ്തും, ഈ പദത്തിൽ വരുന്ന സാക്കിനത മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കേണ്ടതാണ്. ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നാണ് ആ ലയിപ്പിക്കലിന് പറയുക. അവിടെ മണിച്ചുകൊണ്ട് ഓതണം, മീമായതുകൊണ്ട്. മാ ശിഅ്തും മിൻ ദൂനി, മിൻ എന്ന സാക്കിനത നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം, മറച്ച് മണിക്കുക. മിൻ മിൻ ദൂനി. ഖുൽ ഇന്ന, ഖാഫിന് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഇന്ന നൂൻ മുശദ്ദദ, ശദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അൽ ഖാസിരീന, ഖാഉം അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചോതുകയാണ് വേണ്ടത്. അൽ ഖാസിരീന അല്ലദീന ഖസിറൂ, ഖസിറൂ. ഖാ വീണ്ടും തഫ്ഖീം ചെയ്യണം. റാഇനും തഫ്ഖീം തടിപ്പിച്ചോതുക. റാഇൻ്റെ ദമ്മ് ദീർഘിപ്പിക്കുന്നതായ വാവ്, ആ വാവിനെ ഖസിറൂ എന്ന ദീർഘാക്ഷരമായ വാവിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ് നൽകി ഓതൽ അനുവദനീയമാണ്. അൻഫുസഹും, ഈ പദത്തിൽ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനായ മീം, വഅഹ്ലീഹിം വീണ്ടും വരുന്നു സാക്കിനായ മീം. ഇവ എല്ലാം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്.
ശേഷം വാവ് വരുന്നതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. വഅഹ്ലീഹിം ഹായികളെ വ്യക്തമാക്കി ശ്രദ്ധിച്ചുച്ചരിക്കുക. ഹംസിൻ്റെ അക്ഷരമാണ് ഹാ. യൗമൽ ഖിയാമ. ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മതി. അലാ ദാലിക. അലാ ദാലിക ഹുവൽ ഖുസ്റാനു. അൽ ഖുസ്റാനു എന്ന് പറയുമ്പോൾ ഖാഇനും റാഇൻ്റെ ദീർഘാക്ഷരമായ അലിഫ് ഇതിനൊക്കെയും തഫ്ഖീം കൊടുക്കണം. ഖാഇന് തഫ്ഖീം നിസ്ബിയാണ്, കുറഞ്ഞ തഫ്ഖീം എന്ന് പറഞ്ഞാൽ ഫത്ഹിൻ്റെ അത്ര കൂടുതലില്ല. അൽ ഖുസ്റാനുൽ മുബീൻ എന്ന പൂർണ്ണമായ തഫ്ഖീമാണ് റാഇനും അതിൻ്റെ അലിഫിനും. അൽ മുബീൻ. ലഹും മിൻ. വീണ്ടും സാക്കിനായ മീം ഇദ്ഗാം ശഫവി നൽകി മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ലഹും മിൻ ഫൗഖിഹിം. മിൻ എന്ന സാക്കിനായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ മീം വരുന്ന പദത്തിൻ്റെ അന്ത്യത്തിൽ അത് ഇൽഹാർ ഷഫവിയാണ്. മിൻ ഫൗഖിഹിം ദുലൽ. ഖാഫിന് കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീമാണ്. ഫൗഖിഹിം ദുലൽ. ളാഉം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ദുലലും മിൻ. തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിനന്നാരി. നൂൻ മുശദ്ദദ മണിച്ചു കൊണ്ടുപോകണം. വമിൻ തഹ്തിഹിം. അവിടെ സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. മിൻ തഹ്തിഹിം. വമിൻ തഹ്തിഹിം ദുലൽ. വാഇന് തഫ്ഖീം കൊടുക്കണം. ദുലൽ. ذلك يخوف. يخوف. പൂർണ്ണമായ തഫ്ഖീം നൽകി ഉച്ചരിക്കണം. ശേഷം വാവാണ്. യുഖവി. വി ഫു. ശേഷം ഫ. എല്ലാ ഹർഫും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. വാവ് രണ്ട് ചുണ്ടുകളാണെങ്കിൽ ഫ താഴെ ചുണ്ടിൻ്റെ മധ്യഭാഗം പള്ളഭാഗവും മേലെ മുൻപല്ലുമാണ്. യുഖവ്വിഫു. യുഖവ്വിഫുല്ലാഹു. അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമും അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ബിഹി ഇബാദ. ബിഹി ദുസ്സില സുഗ്റ നൽകിയ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇബാദ വഖഫ് ചെയ്യുമ്പോൾ ഹായിൽ സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. യാ ഇബാദി ഫത്തഖൂൻ. അവിടെ ഖാഫിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല. യാ ഇബാദി ഫത്തഖൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قل الله أعبد مخلصا له ديني فاعبدوا ما شئتم من دونه قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين. لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخوف الله به عباده يا عباد فاتقون. بسم الله.